അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ജയശങ്കർ, ഈ കെ രമയുടെ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടലുപോലെയാണ് ഓർമ്മകൾ വരിക. ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ്റെ അന്നത്തെ ആ യാത്ര, കുലംകുത്തി എന്ന് ഒരു വിഭാഗം ഒന്നടങ്കം നിന്ന് ആർത്തു വിളിക്കുമ്പോൾ രക്തസാക്ഷിയുടെ കുലമാണ് പാർട്ടിയുടെ കുലം എന്ന ഉറച്ച ബോധ്യമാണ് വി.എസിനെ ഒഞ്ചിയത്തേക്കുള്ള ആ യാത്രയ്ക്കൊരുക്കിയത് എന്നുള്ളത് നമുക്കറിയാം. അന്ന് വി.എസ്. കെ രമയുടെ മുന്നിൽ പോയി കൈകൂപ്പി പിടിച്ചു നിൽക്കുന്നു. ആ കുപ്പിയ കൈകളിലേക്ക് പിടിച്ചുകൊണ്ടാണ് കെ രമ പൊട്ടിക്കരയുന്നത്. ആ ദൃശ്യങ്ങളൊന്നും ഒരു കാലത്തും കേരള രാഷ്ട്രീയം മറക്കാത്തതാണ്. തീർച്ചയായിട്ടും അത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും ശ്രദ്ധേയമായ കാര്യമാണ്. കുലംകുത്തി മരിച്ചു കഴിഞ്ഞാലും കുലക്കുത്തിയാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിനുള്ളൊരു പ്രതികരണം എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം പോയത് എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ഇദ്ദേഹം ഡാങ്കയോട് ഭൂമിക്കച്ചു. പിന്നീട് പാർട്ടി ഇദ്ദേഹത്തെ തെറ്റുകാരനെന്ന് കണ്ടെത്തി പരസ്യമായിട്ട് ക്ഷമാപണം നടത്തണം എന്ന് പറഞ്ഞു. TV ക്യാമറകൾക്ക് മുമ്പിൽ വി.എസ്. നടത്തിയ ആ കുറ്റസമ്മതം അതൊരു ചരിത്ര രേഖയാണ്. അദ്ദേഹം പറഞ്ഞു, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഞാൻ ഒഞ്ചിയത്ത് പോയത് തെറ്റായിപ്പോയി, മറ്റൊരു ദിവസമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം തുടർന്ന് പറഞ്ഞു, 51 വെട്ടേറ്റ് രക്തസാക്ഷിത്വം ഭരിച്ച ധീര രക്തസാക്ഷി സഖാവ് TP ചന്ദ്രശേഖർ പാർട്ടി സെക്രട്ടറി കുലംകുത്തി 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 എന്ന് വിളിച്ചാക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തെ ഡാങ്കയോട് ഉപമിച്ച് തെറ്റായിപ്പോയി, മറ്റാരോടെങ്കിലും ഉപമിക്കാമായിരുന്നു. അദ്ദേഹം അർത്ഥോക്തിയിൽ നിർത്തി വല്ല പോൾപോൾട്ടിനോടോ ചൗഷസ്കിനോടോ വേണമെങ്കിൽ ഉപമിക്കാമായിരുന്നു. ഞാൻ ഡാങ്കയോട് ഉപമിച്ചത് തെറ്റായിപ്പോയി, അത് തികച്ചും തെറ്റാണ്. കാരണം ഡാങ്കെ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. അപ്പോൾ ഇതായിരുന്നു വി.എസ്. ഇങ്ങനെ പാർട്ടിയുടെ അച്ചടക്കത്തെ അല്ലെങ്കിൽ അച്ചടക്ക വാളിനെയൊക്കെ എങ്ങനെ ഒടിച്ചു മടക്കി പോക്കറ്റിലിട്ട് കൊടുക്കാമെന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സമര പാരമ്പര്യം എന്ന് പറയുന്നത് കേവലം തെരുവിലെ സമരത്തിൽ മാത്രമല്ല, പാർട്ടിക്കകത്തും പുറത്തുമുള്ള സമരത്തിലൊക്കെ അദ്ദേഹത്തിന് ഗുണകരമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷവും അദ്ദേഹം ധീര രക്തസാക്ഷി എന്ന് തന്നെയാണ് പറഞ്ഞത്, കുലംകുത്തി എന്നല്ല. അങ്ങനെ പാർട്ടിക്കാർ കുലംകുത്തിയായിട്ട് മുദ്ര കുത്തി നടതള്ളാൻ താല്പര്യപ്പെട്ട TP ചന്ദ്രശേഖരനെ ധീര രക്തസാക്ഷി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമുള്ള അമ്മയെയും വിധവയായി തീർന്ന ഭാര്യയെയും അച്ഛൻ നഷ്ടപ്പെട്ട മകനെയും ആശ്വസിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നി അതുകൊണ്ട് ഒഞ്ചിയത്ത് പോയി. ആ ദിവസം പോയത് തെറ്റായിപ്പോയി എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. അത് തെറ്റായിപ്പോയെന്ന് ഞാൻ അംഗീകരിക്കുന്നു. വേറെ ദിവസം പോയാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ സെക്രട്ടറിയെ ഡാങ്കയോട് ഉപമിച്ചാൽ തെറ്റായിപ്പോയി, വേറെ ആരോടെങ്കിലും വേണമെങ്കിൽ ഉപമിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് വി.എസ്.